ഇന്ന് നല്ലൊരു മഴ ദിവസമുണ്ട്. രാവിലെ തന്നെ മഴയൊന്നുമില്ല, ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ മഴയൊക്കെ. മോനും ഇതേ ഉള്ളതുകൊണ്ട് നമ്മളെ സ്ഥിരം കടിയിൽ നിന്ന് നമ്മളൊരു മാറ്റം വരുത്തിക്കണു. ഇന്ന് അപ്പല്ല ഇടിയപ്പാണ് കേട്ടോ, അതായത് നൂൽപൊട്ട്. എനിക്ക് ആദ്യമൊന്നും നൂൽപൊട്ട് ഉണ്ടാക്കാൻ തീരെ അറിഞ്ഞിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കാൻ. ഇപ്പം എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു നാക്ക് പിടി കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇഡ്ഡലി പാത്രം ഇടിയപ്പ പാത്രം ഒന്നും ഇല്ല കേട്ടോ, അപ്പം ഞാൻ ഇതേപോലെയാണ് നൂൽപൊട്ട് ഉണ്ടാക്കിയെടുക്കുക. പണ്ട് കൊറോണ ടൈമിലാണ് ഞാൻ ഈ ഒരു നൂൽപൊട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. ഉമ്മയിട്ടും മാളിക്കുന്നിൽ കൊറോണ വന്ന് കിടക്കുന്നു എല്ലാവരും. അപ്പോൾ അവിടേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്ടോ ഒരു പാക്കറ്റ് പൊടിയാണ് ഉണ്ടാക്കി ഫുൾ അതങ്ങോട്ട് കൊട്ടി കളയേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ സെറ്റാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളെ മീൻകറിയാണ് വെക്കണത്, ചെമ്മീനാണ് കേട്ടോ. ചെമ്മീനൊക്കെ രാത്രി തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചക്കത്തിനുള്ളതാണ്. അപ്പം നേരത്തെ ആവാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ കൊടുന്ന് വെച്ചു. അതൊന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. മുളകിട്ട കറിയാണ്. ചെമ്മീൻ മുളകിട്ടത് ഞാൻ പ്രതീക്ഷിച്ചതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വയം പുകഴ്ത്താന്ന് വിചാരിക്കരുത്, നമ്മളത് ഫ്ലോപ്പ് ആയാൽ നമ്മളത് ഫ്ലോപ്പ് ആയി എന്ന് തന്നെ പറയലുണ്ട്. എനിക്ക് ഫുഡ് എന്തുണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കാൻ ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നലാണ്. പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും, അതൊക്കെയാണ് പ്രശ്നം കേട്ടോ. ചായക്കുള്ള കടിയും കറിയൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അടുക്കി പെറുക്കി അടിച്ച് വാരിയൊക്കെ ഇട്ടോ. പിന്നെ നേരെ വന്ന് പാത്രം കഴുകി. ഞങ്ങൾ മൂന്നാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ പരക്കൂട്ടോ. പിന്നെ അഞ്ചാളാകുമ്പോൾ പറയണ്ടല്ലോ, എനിക്ക് കൂടുതൽ പാത്രങ്ങൾ വേണം. ഒന്ന് കഴുകാനായാലും പിന്നെ അടുത്തത് എടുക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. എനിക്ക് സിങ്കിൽ നിറയെ പാത്രങ്ങൾ ഉണ്ടാവും എന്ത് പണി കഴിഞ്ഞാലും. പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രങ്ങൾ ഫുള്ളായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കണം ആ ഒരു നല്ല സ്വഭാവം എനിക്കില്ല. ഇല്ല എന്നല്ല, എപ്പോഴും ഇല്ല കേട്ടോ, അതൊരു സ്ഥിരം സ്വഭാവമല്ല. പക്ഷെ എനിക്ക് പാത്രം കഴുകാനാണെങ്കിലും അടിച്ചുവാരി തുടക്കാനാണെങ്കിലും എന്ത് പണിയാണെങ്കിലും കുറേ ടൈം വേണം, കുറേ വെള്ളം വേണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പാത്രം കഴുകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉപയോഗിക്കും കേട്ടോ. തുടക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പാത്രത്തിലുള്ള വെള്ളം മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ വീഡിയോയിലെ സംസാരത്തിൽ ഫുള്ള് ഒരു ടോ എന്നുണ്ടാവും, അത് ഒന്നും തോന്നരുത്, നമ്മൾ സ്ലാങ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് നമുക്ക് അങ്ങനെ വന്ന് പോണതാണ്, വേറെ ഒന്നുമല്ല. പാത്രം കഴുകി അടുക്കള ക്ലീൻ ആക്കി ഉണ്ടാക്കിയതൊക്കെ ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ്. മാളിക്കുന്നൊന്നും ആരും എൻ്റെ അടുത്തേക്ക് അങ്ങനെ വിരുന്നിന് വന്നിട്ടില്ല കേട്ടോ. ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞ് ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വിരുന്ന് വരുന്നത്. ഉമ്മയൊന്നും അങ്ങനെ വരൂല കേട്ടോ, ഉമ്മക്ക് മടിയാണ് അറിയാം. ഒക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഓലെ വിളിച്ചത് കേട്ടോ. ഓല് റൂമിൽ അങ്ങനെ ഉണർന്ന് കിടക്കായിരുന്നു. ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ എണീക്കണ്ട എന്നുള്ളത്, വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഒരാളും കൂടി ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് സെറ്റ് ആവില്ല അടുക്കളയിൽ. ഇപ്പോൾ ഉണ്ടാക്കണ ആ ഒരു ഇത് കിട്ടൂല. പിന്നെ അത് പുട്ടും കൂടി ഉണ്ടാക്കിക്കൊണ്ടോ. ഓല രണ്ടാളും നീച്ച് പുറത്ത് വന്നതിന് ശേഷം കേട്ടോ ചായക്കൊക്കെ വെച്ചത്. കാരണം ചായയൊക്കെ ചൂടോടുകൂടി പിന്നെ ചൂടാക്കി കഴിക്കണ അത്ര നല്ലതല്ലല്ലോ. ഇതാ ഹോർലിക്സും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചായ ഉണ്ടാക്കുന്നുണ്ടോ. ചായ എനിക്കാണ് ഉണ്ടാക്കുന്നത്, നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കിട്ടോ. നീത ചായ കുടിക്കൂല, അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് ഹോർലിക്സ് ഉണ്ടാക്കിയപ്പോൾ മോനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനുവിനും അതാക്കി. എനിക്ക് പിന്നെ ചായയാണ് ഒന്നും കൂടി കടിക്ക് ഇഷ്ടം. ഒക്കെ റെഡിയായി മോനും ഓഫീസിക്ക് പോണതിന് മുന്നേ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ചായ കുടിച്ചിട്ടു. അനുമോനെ പിന്നെ ചായ കുടിച്ചാലൊന്നും അങ്ങനെ കിട്ടൂല. അനുമോ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് ബാക്കിലാണ് കേട്ടോ. മോനൂനൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമായി. ചെമ്മീൻ കറിയും പുട്ടുമാണ് ഓൻ കഴിച്ചത്, ഞങ്ങൾ നൂൽപുട്ടാണ് കഴിച്ചത്. പുട്ടും മീൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ സ്വയം പുകഴ്ത്താറില്ല, മോനൂനൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമായി. മോന് പോയതിനു ശേഷം ഞങ്ങൾ ഉച്ചക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. അരി ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുന്നതിന് മുന്നേ കഴുകിയിട്ടിരുന്നു. പരിപ്പ് കറി, പപ്പടം, ചെമ്മീൻ റോസ്റ്റ് എന്ന ഫുഡ്. ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചു അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാലും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ എത്രയുള്ളൂ.